ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലോട്ടസ് ബിസ്കഫ് കേക്ക്. ഈ കേക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എല്ലാവർക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. കാരണം ഈ ഒരു കേക്കിന് ഇതിൻ്റെ സ്പ്രെഡ് ആവശ്യമാണ്. ആ സ്പ്രെഡ് നമ്മൾ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് റെസിപ്പി കാണാം. ഇതിനായിട്ട് ഞാൻ നമ്മുടെ ലോട്ടസ് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. അത് വേണമെന്നില്ല, പാർലെ എടുക്കാം, ടൈഗർ ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബിസ്ക്കറ്റ് സ്പ്രെഡിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു 4 ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിൻ്റെ മേലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് എടുത്തത് അരക്കപ്പിലാട്ടോ, അരക്കപ്പിൻ്റെ 1/4 ഭാഗം മൈദ ഇട്ടു. ബാക്കി നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ടു. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻഡ് ആവാനാണ്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലായിടത്തും എത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങില്ല. അപ്പോൾ അങ്ങനെ കുറേ റെസിപ്പീസ് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ 3 പ്രാവശ്യം ഡെഫിനറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈവൺ ആയിട്ട് എല്ലായിടത്തും എത്തി നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ഗ്രൈൻഡർ ജാർ, നേരത്തെ ബിസ്ക്കറ്റ് പൊടിച്ച ആ ഗ്രൈൻഡറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ പാല് ചൂടാക്കി എടുത്തിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ബിസ്കഫിൻ്റെ സ്പ്രെഡ് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് ഇപ്പം നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്, പ്രോപ്പർ കൺസിസ്റ്റൻസി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാല് ചൂടാക്കുന്നത്, എന്നാലേ അത് രണ്ടും കൂടെ നന്നായി കമ്പൈൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് ആദ്യമേ ചെയ്ത് മാറ്റി വെക്കണം. ലാസ്റ്റ് നമ്മൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ചെയ്യാൻ നിന്നാൽ ഈ ചൂട് പോവില്ല. അപ്പോൾ ചൂട് പോയിട്ട് വേണം നമ്മളിത് ഒഴിക്കാൻ. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന മിക്സിയിലാണ്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഈ ഒരു അരി അരിക്കുന്ന ജാറില്ല, അതെടുക്കാം. 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഒഴിക്കാം. അപ്പം മുട്ട എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലത്. കാരണം കേടുള്ള മുട്ട ആണെങ്കിൽ കേക്ക് അവിടെയും സ്പോയിലായി പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചു. ഇനി അതിലേക്ക് ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാസ്ക് ചെയ്യാൻ ഒരു 1/2 ടീസ്പൂൺ വനീല എസൻസ്. ഈ ഒരു കേക്കിന് അതിൻ്റേതായ ഒരു സിനമൺ ഫ്ലേവർ ഉണ്ട്, എന്നാലും നമ്മൾ വനില എസൻസ് ഒഴിക്കുകയാണ്. ഹൈ സ്പീഡിലൊരു 15 സെക്കൻഡ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സും നമുക്ക് ഹൈ സ്പീഡിൽ ഒരു 15 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഒരു മിക്സിലേക്ക് മോയ്സ്ചറിന് വേണ്ടിയിട്ട് ഏത് എണ്ണയും, വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് എണ്ണയും, സൺഫ്ലവർ, റൈസ് ബ്രാൻ, ഇവിടെ ഇപ്പോൾ ഞാൻ റൈസ് ബ്രാൻ എടുക്കുന്നത്, 1/4 കപ്പ് ഒഴിക്കുന്നുണ്ട്. മെൽറ്റഡ് ബട്ടർ വേണമെങ്കിൽ അതും ഒഴിക്കാം. ഓയിലും ബട്ടറും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഹൈ സ്പീഡിൽ അടിക്കരുത്, വളരെ ലോ സ്പീഡിൽ. അത് ഒരു 10 സെക്കൻഡ്, ഒത്തിരി നേരം അടിക്കുകയും ചെയ്യരുത്, ക്രാക്ക് വരും നമ്മുടെ കേക്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ 10 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പം ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തു, നമ്മൾ അടിച്ച് വെച്ച ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പാലിൻ്റെയും നമ്മുടെ ബിസ്കഫ് സ്പ്രെഡിൻ്റെയും മിക്സ് ഇല്ലേ, അതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് റൂം ടെമ്പറേച്ചർ ആയി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് മുട്ട കയറി കുക്കാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്യാം. വിസ്ക് തന്നെ വേണമെന്നൊന്നുമില്ല, സ്പാച്ചുല ആവാം, അല്ലെങ്കിൽ ഒരു സാധാ ഫോർക്കായാലും മതി കേട്ടോ. പിന്നെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പതുക്കെ വേണം മൂവ് ചെയ്യാൻ. ബ്രിസ്കായിട്ട് മൂവ് ചെയ്താൽ എഗെയിൻ നമ്മുടെ കേക്കിൽ ക്രാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ വളരെ പതുക്കെ മൂവ് ചെയ്യാവൂ. ഒത്തിരി കുത്തി ഇളക്കാനൊക്കെ പോയ കേക്കിൽ ഒത്തിരി ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒത്തിരി പ്രാവശ്യം ചെയ്ത് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വരും. കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടാക്കിയ പാലും കൂടി ഒഴിക്കാം. ഇനി ഇത്തിരി ചൂടാക്കിയ പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇത് തിളച്ച പാലല്ല, ഒരു ലൂക്വാം മിൽക്ക്, തിളപ്പിച്ചൊന്ന് ആറിയ പാൽ വേണമെങ്കിൽ ഒഴിക്കാം. ഇപ്പം നമ്മൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് പാൽ ഒഴിക്കേണ്ടി വന്നില്ല കേട്ടോ, അത് തന്നെയായിരുന്നു കറക്റ്റ്. 7 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ആ ഒരു മെഷറിംഗ് കപ്പിൽ തന്നെ ഓയിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് സ്മിയർ ചെയ്യാം. വേറെ ഓയിലൊന്നും ഇതിനു വേണ്ടി എടുക്കേണ്ട, ആ മെഷറിംഗ് കപ്പിൽ എന്തായാലും ബാക്കി വരും. ഇനി ഞാനിവിടെ
അതേ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിന് പകരം പാർച്ച്മെൻറ്റ് പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുത്ത് എക്സസ് ഉള്ള മൈദ അങ്ങ് ടാപ്പ് ഓഫ് ചെയ്താലും മതി. എക്സസ് ഉള്ള മൈദ ടാപ്പ് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കേക്ക് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മേലെ ഒന്നുകൂടെ ഓയിൽ ഗ്രീസ് ചെയ്തു. അപ്പം നമ്മുടെ കേക്ക് ടിൻ റെഡിയായി. അപ്പം കേക്ക് ടിൻ റെഡിയാക്കുന്നതും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കേക്ക് ഫ്ലോപ്പായി പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മുടെ അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 10 സെൻറ്റിമീറ്റർ തൊട്ട് 15 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വേണം ഒഴിക്കാൻ. അപ്പോൾ ഒഴിക്കുമ്പോൾ എന്തായാലും എയർ ബബിൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ആ എയർ ബബിൾ ഒന്ന് ഡയറക്റ്റായിട്ട് പോയി പോക്ക് ചെയ്യുക. നമ്മൾ കാണുന്ന എയർ ബബിളിലേക്ക്, അല്ലാത്തത് നമുക്ക് അതിൽ കൂടെ ഒന്ന് റൺ ചെയ്ത് വിട്ടാൽ മതി ബാറ്ററി കൂടെ. അപ്പം എല്ലാ എയർ ബബിളും പൊക്കോളും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മുടെ കേക്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓട്ട വീഴാൻ സാധ്യതയുണ്ട്. ബേക്കിംഗ് സോഡ ഉപയോഗിച്ചതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതുണ്ടാവില്ല. ഇതിന് ശേഷം നമുക്കൊരു 3-4 പ്രാവശ്യം കൂടെ ഒന്ന് ടാപ്പും കൂടി ചെയ്യാം. ഇത് ചെയ്യണം, മസ്റ്റാണ്. ടൂത്ത് പിക്ക് വെച്ച് റൺ ചെയ്ത് ഇത് ചെയ്യാതിരിക്കരുത്. നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിൽ നമ്മളൊരു 15 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ടോ എന്ന് നോട്ട് ചെയ്യണം. ഈ സമയം നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ബീറ്റർ ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിസ്ക് ഉപയോഗിച്ചാണ് ഇന്ന് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. സിമ്പിളാണ്. ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു 2 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നേ ഉള്ളൂ. 10-12 മിനിറ്റ്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിഫ് പീക്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടനെ തന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്നില്ലെങ്കിൽ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ അടച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടച്ച് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബിസ്കറ്റ് സ്പ്രെഡ്, ഇതിപ്പോൾ ഞാൻ തലേന്ന് കേട്ടോ ഈ ബിസ്കറ്റ് സ്പ്രെഡ് ഉണ്ടാക്കിയത്. ബിസ്കറ്റ് സ്പ്രെഡിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എളുപ്പമാണല്ലോ നോക്കാൻ. അപ്പം ഞാനത് ഒരു 4 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ വരെയും ഇടാം, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സിറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് വേയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സിറപ്പാണ്. നമ്മൾ സാധാരണ കേക്കുകളിൽ ചെയ്യുന്ന പോലെ വെള്ളവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു സിറപ്പല്ല, ഒരു സ്പെഷ്യൽ സിറപ്പാണ്. കേക്കിന് ഒത്തിരി ടേസ്റ്റ് കൂട്ടുന്ന ഒരു സിറപ്പാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാൻ എടുക്കാം. ഈ ഒരു സോസ് പാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം കത്തിക്കാം. ഒന്ന് ചൂടായി ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നുണ്ട്. ഇതിന് പകരം പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3/4 കപ്പ് പാലെടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു 5 തൊട്ട് 6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയും കൂടെ ഇടണം കേട്ടോ. അപ്പം അത് വിപ്പിംഗ് ക്രീം കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ലതായിട്ട് ലൂസായി വരും. ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, ഇല്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം വളരെ ലോയിൽ വെച്ചാൽ മതി കേട്ടോ. ഈ സമയത്ത് ഇളക്കി എന്ന് വരുമ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവും. ഇനി ഈ സ്റ്റെപ്പിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ്, അത് നമുക്കൊരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഒത്തിരി ടേസ്റ്റ് കൂട്ടുന്ന ഒരു സിറപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ നമ്മുടെ സ്പ്രെഡും ഒക്കെ. കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ എടുത്ത് വെച്ച ബിസ്കറ്റ് സ്പ്രെഡിലേക്ക് ഇത് ഒഴിക്കാം. ചൂടുള്ളത് കൊണ്ട് നമ്മൾ ബിസ്കറ്റ് സ്പ്രെഡ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി. ആദ്യമേ എല്ലാം കൂടെ ഒഴിച്ചാൽ മിക്സ് ചെയ്യാൻ പാടായിരിക്കും. ബാക്കിയും കൂടെ നമ്മളിപ്പോൾ ഒഴിക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഷുഗർ സിറപ്പ്. ഈ സിറപ്പ് ഭയങ്കര ടേസ്റ്റിയാണ്. കേക്കിൻ്റെ ഫ്ലേവർ ഒത്തിരി കൂട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിറപ്പ്. ഇപ്പോൾ സിറപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. സിറപ്പ് നന്നായി തണുക്കണം, എന്നിട്ട് മാത്രമേ കേക്കിൽ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടുക്ക് ഒരു ടൂത്ത് പിക്കൊക്കെ കുത്തി നോക്കി ബേക്കായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തണുക്കാൻ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡിമോൾഡും ചെയ്തു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുകയാണ്. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. ഇതാ കണ്ടില്ലേ എന്ത് സോഫ്റ്റാണെന്ന്.
നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടേൺ ടേബിളിൻ്റെ മേലെ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് കളർ കേക്ക് ബോർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹോൾ വീഡിയോയിൽ എല്ലാവരും ഈ ഒരു ബോർഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഇതിൽ നിന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മുകളിൽ നിന്ന് കട്ട് ചെയ്ത ലെയറില്ലേ അത് നമ്മുടെ ബേസിലേക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ മേലെ നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു കേക്കിനെ ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എല്ലാം കൂടി ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്കിത് പൊട്ടി പോകുന്നൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുകയാണ്. ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ആസ് സച്ച് അങ്ങനെ തന്നെ അങ്ങ് ഇടുകയാണ്. കാരണം നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മേലെ നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് അങ്ങനെയാണ് ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് ഒത്തിരി കൂടും. വേറൊന്നുമല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് നമ്മുടെ ബിസ്ക്കറ്റ് സ്പ്രെഡില്ലേ അതാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന സ്പ്രെഡ് ഉപയോഗിക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന സ്പ്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ക്രഞ്ചി സ്പ്രെഡ് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതിനൊരു നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് കഴിക്കാൻ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു നട്ട്സൊക്കെ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ സ്പൂൺ കൊണ്ട് തന്നെ അങ്ങ് ആക്കുകയാണ് സ്പ്രെഡ്, എന്നാലേ അത് എല്ലായിടത്തും വരും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ലെയർ അല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ അടുത്ത പീസ് കേക്കും വെച്ചു, ഷുഗർ സിറപ്പ് ഒഴിച്ചു, ക്രീം ഒഴിച്ചു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഓഫായിപ്പോയി, അപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫ്രോസ്റ്റിങ്ങും ചെയ്ത് അത് കഴിഞ്ഞ് ടോപ്പ് ഗണാഷും ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഒഴിച്ചത്, സെറ്റ് ചെയ്തിട്ടല്ല. അപ്പോൾ എല്ലാം ഈ ഒരു ഇതിലങ്ങ് ചെയ്യേണ്ടിയും വന്നു. ഇതിപ്പോൾ സെറ്റായി കഴിഞ്ഞിട്ടുള്ള ഇതാട്ടോ. പിറ്റേന്നായി നമുക്കിനി ഇതിനെ ഡെക്കറേഷൻ ചെയ്യാം. നന്നായിട്ട് സെറ്റായിട്ട് ഡെക്കറേഷൻ ചെയ്യാവുള്ളൂ. കാരണം ഈ ബിസ്ക്കറ്റ് നമ്മൾ കുത്തി നിർത്തുകയാണ്. അതേപോലെ തന്നെ ബിസ്ക്കറ്റ് ഇതിലേക്ക് നല്ല രീതിയിൽ അറ്റാച്ചായി ആ ബിസ്ക്കറ്റ് അത് ഹോൾഡായിരിക്കണമെങ്കിൽ ഇതിനൊരു ബലം ഉണ്ടാവണം. അപ്പോൾ ഇത് നല്ലോണം സെറ്റായിട്ട് മാത്രമേ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഇങ്ങനെ കുത്തി നിർത്തുകയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലോട്ടസ് ബിസ്ക്കറ്റ് കേക്കാണെന്ന് അറിയണ്ടേ, അതിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളിതാ ഈ ഒരു നട്ടീസിൻ്റെ ടോഫിയൊക്കെ വെച്ചൊന്ന് കുറച്ചുകൂടെ ഒരു ഭംഗി ആക്കുന്നുണ്ട്. കഴിഞ്ഞു. നമ്മൾ ആ ഒരു ബിസ്ക്കറ്റ്സ് സൈഡിലും കൂടെ ഒന്ന് വെക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക്. ഞാൻ പറഞ്ഞില്ലേ ലോട്ടസ് ബിസ്ക്കറ്റ് കേക്കാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും വേണ്ട, നമ്മൾ പാർലയും ടൈഗർ ബിസ്ക്കറ്റും ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാ ഡെക്കറേഷൻ ചെയ്താൽ മതി. ഒരു ഡെക്കറേഷനും ഇല്ലെങ്കിൽ നമ്മുടെ ഗനാഷ് ഡിസൈൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനൊരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോക്ക് എടുക്കുകയാണ്. ആസ് യൂഷ്വൽ ആദ്യത്തെ ഫോക്ക് ആർക്കാണ് ഞാൻ കൊടുക്കുക, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആദ്യത്തെ ഫോക്ക് എപ്പോഴും ചേട്ടനാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചേട്ടന് കൊണ്ടുപോയി കൊടുക്കാം ആദ്യത്തെ ഫോക്ക്. അപ്പം ചേട്ടനപ്പുറത്ത് മോനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാ നമുക്ക് ചേട്ടന് കൊടുക്കാം. ചേട്ടനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേക്ക് എപ്പോഴാണ് റെഡി ആവുന്നതെന്ന്. അപ്പോൾ നമ്മൾ കൊടുത്തു. നല്ല സോഫ്റ്റ് ജ്യൂസി കേക്കാണ് കേട്ടോ. സിനമൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലോട്ടസ് ബിസ്ക്കറ്റ് കേക്ക്, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്പ്രെഡ് വെച്ച് ഉണ്ടാക്കിയ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.